ഹായ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2019 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. 3 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്തിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ? റൈറ്റ് എ സി പ്രോഗ്രാം ടു റീഡ് എ സെന്റൻസ് ത്രൂ ദ കീബോർഡ് ആൻഡ് ടു ഡിസ്പ്ലേ ദ കൗണ്ട് ഓഫ് വൈറ്റ് സ്പേസസ് ഇൻ എ ഗിവൺ സെന്റൻസ്. ഒരു സെന്റൻസ് നമ്മൾ കീബോർഡിൽ നിന്നും നമ്മൾ ടൈപ്പ് ചെയ്യണം. ആ സെന്റൻസിൽ എത്ര സ്പേസ് ഉണ്ട്, വൈറ്റ് സ്പേസ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം അതിനെ ഡിസ്പ്ലേ ചെയ്യണം. ഇത്രയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളൊരു സെന്റൻസ് എഴുതുകയാണ്. ദിസ് ഈസ് സി പ്രോഗ്രാമിംഗ് എന്ന് നമ്മളൊരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ ഇതിൽ എത്ര സ്പേസുകൾ വരുന്നുണ്ട്? 1, 2, 3 3 സ്പേസുകളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഈ ഒരു കീബോർഡിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സെന്റൻസിനെ നമ്മൾ ഒരു അറേയിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഒരു അറേയിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. അറേയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എങ്ങനെയാണ് ഒരു അറേയിൽ നമ്മൾ ഈ ഒരു സെന്റൻസിനെ സ്റ്റോർ ചെയ്യുന്നത്? നമുക്ക് ഫസ്റ്റ് അറേയിൽ നമുക്ക് ടി വരും, ദെൻ എച്ച് വരും, ദെൻ ഐ വരും, then s വരും, this അതിനുശേഷം സ്പേസ് ആണ് വരുന്നത്, then ഈസിന്റെ s വരും, then s is c ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിനെ അറേയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ അറേ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്കറിയാം അറേ എൻഡ് ചെയ്യുന്നത് ഒരു /0 നൾ ക്യാരക്ടർ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈമിൽ എത്ര ലെറ്റേഴ്സ് ഇതിലുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഈ ഫസ്റ്റത്തെ മെമ്മറി ലൊക്കേഷനാണ് ഇൻഡെക്സ് 0 എന്ന് പറയുന്നത്, ദെൻ ഇൻഡെക്സ് 1. ഈ ഒരു രീതിയിലാണ് നമ്മളിത് കൗണ്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അറേ 0 എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, ദെൻ അറേ 1, അറേ 2 ഈ രീതിയിലാണ് നമ്മൾ കൗണ്ട് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഈ സ്ട്രിങ് എൻഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ നമുക്ക് ഫൈൻഡ് ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിന്റെ എൻഡ് ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് സ്പേസുകളാണ്, വൈറ്റ് സ്പേസുകളാണ് നമുക്കിത് കൗണ്ട് ചെയ്യേണ്ടത്. വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കോട്ട്സിൽ എഴുതിയിട്ടുള്ള സ്പേസ് ക്യാരക്ടേഴ്സ് ആണ് വൈറ്റ് സ്പേസുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ എഴുതുന്ന സ്ട്രിങ്ങിനെ ഒരു അറേയിൽ സ്റ്റോർ ചെയ്യണം, അതിലൂടെ ഐട്രേറ്റ് ചെയ്യണം. ഐട്രേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു സ്പേസുകൾ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ദെൻ ഐട്രേഷൻ നടത്തുന്ന ഇടയിൽ നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ ചെക്ക് ചെയ്യണം, എൻഡ് ഓഫ് സ്ട്രിങ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ കോൺസെപ്റ്റ് വരുന്നത്. ഇത് നമുക്ക് പ്രോഗ്രാമിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പ്രോഗ്രാം. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് സ്പേസുകൾ എണ്ണാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യണം. സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ അറേ നമുക്ക് 50 മെമ്മറി ലൊക്കേഷൻസ് ഈ ഒരു അറേക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് യൂസറിനോട് പ്രോംപ്റ്റ് ചെയ്യണം ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റർ എ സ്ട്രിങ് എന്ന് നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാം. സോ യൂസർ ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യും. അതിനെ നമുക്ക് ഗെറ്റ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാം, ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് അതിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പേസുകളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗെറ്റ് എസ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സോ നമുക്ക് ഗെറ്റ് എസ് യൂസ് ചെയ്തിട്ട് അത് സ്ട്രിങ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു അറേയിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ അറേയിലൂടെ ഐട്രേറ്റ് ചെയ്യണം. അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്, അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളുടെ സെന്റൻസ് എൻഡ് ഓഫ് സ്ട്രിങ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് നൾ ക്യാരക്ടർ ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, സെന്റൻസിന്റെ ഫസ്റ്റത്തെ മെമ്മറി ലൊക്കേഷനിൽ തന്നെ എൻഡ് ഓഫ് സ്പേസ് അല്ലെങ്കിൽ അതായത് നൾ ക്യാരക്ടർ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സോ നമുക്കിവിടെ
ഇവിടെ 0 ആണ് I എന്ന് പറയുന്നത്. സോ സെന്റൻസ് ഓഫ് 0 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു നമ്മളുടെ നൾ ക്യാരക്ടർ അല്ലല്ലോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലൂപ്പിംഗ് ചെയ്താൽ മതി. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, നൾ ക്യാരക്ടർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇഫ് സെന്റൻസ് നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള നമ്മളുടെ സെന്റൻസിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈക്വൽ ടു സ്പേസ് എന്നുള്ളത് ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സിംഗിൾ കോട്ട്സിൽ നമുക്ക് സ്പേസ് ഇടാം. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പേസിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യണം. സ്പേസ് പ്ലസ് പ്ലസ്, അതായത് ഈ ഒരു വേരിയബിൾ 0 ആയിരുന്നു, നമ്മളൊരു സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇഫ് സെന്റൻസ് ഓഫ് I ഈക്വൽ ടു സ്പേസ് ആണെങ്കിൽ സ്പേസിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുക, 1 എന്നാക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. ഇഫ് ലൂപ്പ് കഴിഞ്ഞു, ഇഫ് കണ്ടീഷൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. 0 ആയിരുന്നു, ഇനി സെന്റൻസ് ഓഫ് 1 ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ I++ എന്ന് എഴുതാൻ പോവാം. സോ ഈ ഒരു ലൂപ്പിലേക്ക് വരുമ്പോൾ ആദ്യം 0th എലമെന്റ് ചെക്ക് ചെയ്യും. അത് സ്പേസ് ആണെങ്കിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 1 ആയി. സോ ഫസ്റ്റ് ഇൻഡെക്സിൽ വരുന്നത് ചെക്ക് ചെയ്യും, എൻഡ് ഓഫ് സ്ട്രിങ് ആണോ ചെക്ക് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പേസ് ആണോ ചെക്ക് ചെയ്യും. സ്പേസ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യും സ്പേസിന്റെ വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഇറ്ററേഷനിലേക്ക് പോകും. ഈ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് കമ്പൈൽ ദിസ്. സോ ദർ ഇസ് നോ എറേഴ്സ്. ഇനി നമുക്കിത് പ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു സ്പേസിന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് ദ നമ്പർ ഓഫ് സ്പേസസ് ഈക്വൽ ടു %d. നമ്മൾ %d യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്പേസ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ നമുക്കത് പ്രിന്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്കൊരു ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുക്കാം. സോ ലെറ്റ്സ് കമ്പൈൽ ഇറ്റ് അഗൈൻ. ദർ ഇസ് നോ എറേഴ്സ് ആൻഡ് വാർണിംഗ്. ഇഫ് യു റൺ ദിസ്, നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയും, സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറയും. സോ ദിസ് ഈസ് അക്കാഡമി എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 സ്പേസുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1, 2, 3 3 സ്പേസുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് ഒന്നുകൂടെ എൻ്റർ ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്പേസ്, സെക്കൻഡ് സ്പേസ്, 3 സ്പേസ്, ദിസ് ഈസ് 4 സ്പേസായി, ദിസ് ഈസ് സി പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇടയിൽ തന്നെ 3 സ്പേസ് വന്നിട്ടുണ്ട്. ആദ്യം 3 സ്പേസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം, 6 സ്പേസ് ആണ് കിട്ടേണ്ടത്. യെസ്, നമ്പർ ഓഫ് സ്പേസസ് ഈക്വൽ ടു 6. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. So I hope this session is helpful for you. If you are new to this channel, consider subscribing. Members only solved questions are coming, so consider joining the channel also. I'll see you in the next lecture. Thank you.